രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറി ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നാകെ വെല്ലുവിളിക്കുന്ന സമീപനത്തിലേക്ക് SFI എത്തി. അതിന് പോലീസ് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം കൂടി നമ്മൾ കാണുകയാണ്. രാജ്ഭവനെ വെല്ലുവിളിക്കുകയാണ് ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട്. അപ്പോൾ SFIക്ക് ഇത്തരത്തിൽ ഈ നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോലീസ് നൽകി എന്നതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലം കൂടി ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് ബിനീഷ് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രവർത്തകർ സമരം അവസാനിപ്പിക്കാൻ പോകുകയാണോ? ഇപ്പോൾ ഒരു ശാന്തത അവിടെ കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്തെ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ സംസാരിക്കുകയാണ്, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധങ്ങൾ സഭയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ, വലിയ അക്രമങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പോലീസ് വളരെ ഒരു നിസ്സംഗ മനോഭാവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോഴും പോലീസ് പല ഘട്ടങ്ങളിലായി വാണിങ്ങുകളിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് കത്തിക്കൊണ്ട് ആ കയറ് പൂർണ്ണമായും അറക്കുന്നു. കല്ലുകൊണ്ട് ഇടിച്ച് കയറിനെ പൂർണ്ണമായും പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇവിടെ രാജ്ഭവനിൽ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. പോലീസ് പല ഘട്ടങ്ങളിലായിട്ട് ബാരിക്കേഡ് തകർത്തുകൊണ്ട് ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് വലിയ പ്രകോപനപരമായ രീതികൾ അല്ലെങ്കിൽ പ്രകോപനം SFI പ്രവർത്തകർ സൃഷ്ടിച്ചിട്ട് പോലും പോലീസ് വെറുതെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ അതിനെ പോലീസ് നേരിടുന്ന രീതി കാണുമ്പോൾ അത് പോലീസും സർക്കാരും ഒരുമിച്ച് SFIയുടെ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാനും സാധിച്ചിരിക്കുന്നത്. നുലിമ, പ്രശാന്തിലേക്ക് കൂടി പോകുകയാണ്. പ്രശാന്ത്, നേരത്തെ കേരള സർവകലാശാലയിലെ പ്രതിഷേധം, ഈ അക്രമം നമ്മൾ കണ്ടതാണ്. അവിടെ യുദ്ധക്കളമായി മാറ്റിയെടുക്കാൻ ഇടത് യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൂടി വലിയ ശ്രമം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് SFI രാജ്ഭവന്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. ഇവിടെ രണ്ടിടത്തും ഈ നേതാക്കൾക്കും പ്രവർത്തകർക്കും അഴിഞ്ഞാടാനുള്ള ഒരു അവസരം പോലീസ് സൃഷ്ടിക്കുകയായിരുന്നില്ലേ? നിലവ തീർച്ചയായും അങ്ങനെ വേണം പറയേണ്ടിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഈ സമരം തുടങ്ങിയത് മുതൽ, ഈ മാർച്ച് തുടങ്ങിയത് മുതൽ പോലീസ് സ്വീകരിച്ച സമീപനവും അത് തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. പോലീസ് SFIയുടെ മുന്നിൽ യാചിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു വിധത്തിൽ അവരെ ഇറങ്ങാൻ അനുനയിപ്പിക്കുന്ന സാഹചര്യം മുമ്പെങ്ങും പല സമരങ്ങളും സംസ്ഥാനത്ത് കണ്ടിട്ടുള്ളതാണ്, തലസ്ഥാനത്ത് കണ്ടിട്ടുള്ളതാണ്. ടീർ ഗ്യാസ് എറിയുന്നതിന് മുമ്പ്, കണ്ണീർവാതകം പ്രയോഗിക്കുന്നതിന് മുമ്പ് യാതൊരുവിധ മുന്നറിയിപ്പും നൽകുകയില്ല. ഇതൊരു ചുവന്ന പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടൊരു മുന്നറിയിപ്പ് SFI പ്രവർത്തകർക്ക് മുന്നിൽ പോലീസ് കാണിച്ചു. അതിനുശേഷം ഈ ടിയർ ഗ്യാസ് എറിഞ്ഞില്ല എന്ന് മാത്രമല്ല, തുടർന്ന് ഈ പ്രതിഷേധിച്ച ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് സമീപത്തെത്തി അനുദയ നീക്കം നടത്തുന്ന ഒരു സാഹചര്യവും ഒരു കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു നാണം കെട്ട സമീപനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. വളരെയേറെ പലതവണ പോലീസ് അനുനയ നീക്കങ്ങൾ നടത്തി. ഒരു തവണ പോലും പ്രതിഷേധിക്കാൻ തയ്യാറായില്ല. ഈ ബാരിക്കേഡ് കെട്ടി വെച്ച സമയത്ത് പോലും, ആ കെട്ടിവെച്ചതിന് ശേഷം പോലും അത് മറിച്ചിടുന്ന നിലയിലേക്ക് എത്തി. അത് മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതിഷേധം തുടങ്ങിയത് മുതൽ തുടർച്ചയായി ഈ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അതായത് ഈ ജലപീരങ്കിലെ മുഴുവനും തീർത്ത് കളയുന്ന നിലയിലേക്ക് ഉള്ള സമീപനം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാരണവും അല്ലെങ്കിൽ ഈ തുടങ്ങിയത് മുതൽ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് ജലപീരങ്കിലെ വെള്ളം തീർത്ത് കളയുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നു. അതിനുശേഷവും ഈ പ്രവർത്തകർ കൂട്ടമായി നിൽക്കുന്നു. അതോടൊപ്പം ബാരിക്കേഡുകൾ എടുത്ത് ഉയർത്തുന്ന നിലയിലേക്ക് എത്തുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ദൃശ്യങ്ങളിലൂടെയെല്ലാം നമ്മൾ കണ്ടതാണ്, ആ സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോഴും അതിനുശേഷം ഈ ബാരിക്കേഡ് ഉയർത്തിയതിനു ശേഷം അത് മറിച്ചിട്ടതിനു ശേഷം തുടർന്ന് അതിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും രാജ്ഭവനിലേക്ക് വേണമെങ്കിലും ചാടിക്കടക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോഴും യാതൊരു തരത്തിലും ഒരു സമീപനവും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അനുനയ നീക്കങ്ങളിലൂടെ ഈ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ബാരിക്കേഡിന്റെ മുകളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തുണ്ടായില്ല. പോലീസ് വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടു. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ പല സമരങ്ങളും തലസ്ഥാന നഗരിൽ കണ്ടിട്ടുള്ളതാണ്. ആ സമരങ്ങളോടെല്ലാം പോലീസ് സ്വീകരിക്കുന്ന സമീപനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം വളരെ നിഷ്ഠൂര രീതിയിൽ ഈ പ്രവർത്തകർക്ക് നേരെയെല്ലാം
ജലപീരങ്കി ആയാലും അല്ലെങ്കിൽ തന്നെ ലത്തി പ്രയോഗങ്ങളടക്കം നടത്തുന്ന പോലീസിനെ നമ്മൾ കണ്ടതാണ്. ആ പോലീസാണ് ഇവിടെ SFIക്ക് മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്നത്. വളരെ പരിതാപകരം എന്ന് തോന്നുന്ന രീതിയിലാണ് പോലീസിന്റെ ഭാഗത്ത് ഈ സമീപനം ഉണ്ടായിരിക്കുന്നത്. SFI പ്രതിഷേധവുമായി വരുന്നു, പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് മുന്നിൽ അനുനയ നീക്കം നടത്തുന്ന നിലയിലേക്കെല്ലാം എത്തുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. വളരെ പരിതാപകരം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്തരം സമീപനങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടായതും മാർച്ചിൽ കണ്ടതാണ്. രാജ്ഭവൻ മാർച്ചിന് അനുകൂലമായ നടപടി, സംസ്ഥാനത്ത് അക്രമം നടത്തുവാനും അഴിഞ്ഞാട്ടം നടത്തുവാനുമുള്ള SFIയുടെ ശ്രമങ്ങൾക്ക് SFIയുടെ ശ്രമങ്ങൾ അനുകൂലിക്കുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്ത് സ്വീകരിച്ചതെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സമീപനങ്ങളും അവരോട് പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പ്രകോപനപരമായ അതിലേക്ക് എത്തിയതും അതോടൊപ്പം തന്നെ ബാരിക്കേഡുകൾ എടുത്തുയർത്തിക്കൊണ്ടത് മറിച്ചിടുന്ന നിലയിലേക്കെല്ലാം എത്തിയതുമെല്ലാം ഈ സമീപനം കൊണ്ട് തന്നെയാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമരം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് SFI പ്രവർത്തകർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഈ സമീപനം എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും മറ്റൊരു ഭാഗത്ത് നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർച്ചിനെ അനുകൂലമായി നിൽക്കുന്ന പോലീസിന് പ്രതിഷേധം, അതായത് നമുക്ക് നിയമ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ പ്രായച്ചിത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു നിഷ്ക്രിയത്വം പാലിച്ച് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിനുള്ള പ്രായച്ചിത്തമാണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന നിലയിലേക്കെല്ലാം എത്തുന്ന ഒരു കാഴ്ചകൾ നമുക്ക് എന്തായാലും കാണാൻ കഴിഞ്ഞു. വളരെ രീതിയിൽ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഇടപെടലുകൾ ഇതിൽ നിന്നുണ്ടായില്ല എന്നത് വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല സമരങ്ങളും സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ അലങ്കേറിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ SFIക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു പോലീസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. കാരണം പ്രതിഷേധക്കാർ പ്രകോപനത്തിലാക്കുമ്പോഴും പ്രതിഷേധക്കാർ പോലീസിന് നേരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോഴും രാജ്ഭവനെതിരായി മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോഴെല്ലാം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനമാണ് ഈ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായത്. വലിയ രീതിയിൽ പ്രതിഷേധം അരങ്ങേറുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിലടക്കം ഇത്തരം രീതിയാണ് പോലീസ് അവലംബിച്ചത്. ആ സർവകലാശാല ആസ്ഥാനത്തും അക്രമം നടന്നപ്പോൾ സ്വീകരിച്ച സമീപനവും ഇതുതന്നെയാണ്. പ്രവർത്തകരെ ഈ സർവകലാശാലയുടെ മുകളിലേക്ക് കയറുന്ന പ്രവർത്തകരെ കൈപിടിച്ച് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു പോലീസിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഈ SFIയുടെ രാജ്ഭവൻ മാർച്ചിലും നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും മാർച്ച് ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 10ഓളം തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷമാണ് ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന് പറയുന്നത്. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിന് മുന്നോടിയായി സിഗ്നലുകൾ കാണിക്കുകയും ചുവന്ന വസ്ത്രത്തിൽ എഴുതി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇത്തരത്തിൽ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വന്നതോടുകൂടിയാണ് വീണ്ടും പ്രവർത്തകർക്ക് മുന്നിലേക്ക് എത്തിപ്പോയി അവരോട് മുന്നിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെല്ലാം. എന്തായാലും വളരെ പരിതാപകരമായ രീതിയിൽ ആണ് ഈ സമരത്തോട് പോലീസിന്റെ സമീപനം എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാരിനെ ഭയന്നുകൊണ്ടാണ്, CPMനെ ഭയന്നുകൊണ്ടാണ് എന്നതിന് യാതൊരു തർക്കമില്ല. കാരണം പോലീസുകാരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരം ഈ SFI പ്രവർത്തകരെ ആക്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ ശരി പ്രശാന്ത്, രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ സംഘർഷം ഏതാണ്ട് കുറഞ്ഞു, ആ സംഘർഷത്തിന്റെ അവസ്ഥ കുറഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോഴും എന്തിനായിരുന്നു ഇത്ര വലിയ സംഘർഷം സൃഷ്ടിച്ചത്, എന്തായിരുന്നു ഈ സമരത്തിന്റെ കാരണം എന്നതടക്കം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്.